നമസ്കാരം. ചരിത്രഭൂമികയിലേക്ക് സ്വാഗതം. ബംഗ്ലാംകുന്നിലെ ബ്രിട്ടീഷ് ബംഗ്ലാവ് വൻമരങ്ങൾ തിങ്ങി നിറഞ്ഞ വിസ്തൃതമായ പ്രദേശത്തിൻ്റെ മധ്യഭാഗത്തായി നിലകൊള്ളുന്ന തകർന്നു വീഴാറായ ഈ പഴയ ബംഗ്ലാവിന് പറയാനുള്ളത് ബംഗ്ലാംകുന്നിലെ ഉദയാസ്തമയങ്ങളുടെ കഥ മാത്രമല്ല, മറിച്ച് അടിച്ചമർത്തപ്പെട്ടവർക്ക് മുൻപിൽ അറിവിൻ്റെ വാതിൽ തുറന്നിട്ട മിഷണറിമാരുടെ ജീവിതം കൂടിയാണ്. സാമൂഹിക പരിഷ്കരണത്തിനും വിദ്യാഭ്യാസ പ്രചാരണത്തിനുമായി തെക്കൻ തിരുവിതാംകൂറിലെത്തിയ ഫോറിൻ മിഷൻ സൊസൈറ്റി മിഷണറിമാരാണ് കുന്നിൻ മുകളിൽ ബംഗ്ലാവ് പടുത്തുയർത്തിയത്. AD 1920-25 കാലഘട്ടത്തിൽ 1 ഹെക്ടറിലധികം വരുന്ന സ്ഥലത്തായിരുന്നു ഈ നിർമ്മാണം. ഒഹായോ ആൻഡ് ഇവാഞ്ചലിക്കൽ ലൂതറൻ ഓഫ് അതർ സ്റ്റേറ്റ്സിനായിരുന്നു വസ്തുവിൻ്റെ ഉടമസ്ഥാവകാശം. കരിങ്കല്ലിൽ തീർത്ത ചുവരുകളും കിണറും ബ്രിട്ടീഷ് വാസ്തുവിദ്യാ കലയുടെ മികവ് വിളിച്ചോതുന്ന ജനാലകളും വാതിലുകളും ബംഗ്ലാവിൻ്റെ പ്രത്യേകതയായിരുന്നു. AD 1920 മിഷണറിമാർ ഇവിടെ ബഥേൽ ലൂതറൻ ചർച്ച് നിർമ്മിച്ചു. പള്ളിക്ക് സമീപം പള്ളിക്കൂടം പദ്ധതിയുടെ ഭാഗമായി ബംഗ്ലാവിന് എതിർവശത്തായി സ്കൂളും പണിതു. പള്ളിയുടെയും സ്കൂളിൻ്റെയും നടത്തിപ്പിന് മേൽനോട്ടം വഹിക്കാനായി അമേരിക്കയിൽ നിന്നെത്തിയവർ കുടുംബസമേതം ബംഗ്ലാവിൽ താമസമാക്കി. ആദ്യകാലത്ത് റവറൻഡ് B. മിഹിരാൻ ആയിരുന്നു താമസം. പിന്നീട് പോൾ സാഹിബ് ഇവിടേക്കെത്തി. കുന്നിൻപുറത്ത് ബംഗ്ലാവ് സ്ഥാപിച്ചതോടെയാണ് ബംഗ്ലാംകുന്നിന് ഈ സ്ഥലപ്പേര് കൈവന്നത്. പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ടവർക്ക് വിദ്യാഭ്യാസം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ബംഗ്ലാംകുന്നിൽ ഫോറിൻ മിഷൻ സൊസൈറ്റി UP സ്കൂൾ സ്ഥാപിച്ചത്. അമേരിക്കയിലെ മേരി സുക്കറിൻ്റെ ഓർമ്മയ്ക്കായി AD 1929 നിലമേലിൽ ലൂർദ് മിഷൻ UP സ്കൂൾ LMUPS ആരംഭിക്കുന്നത്. ഏകദേശം 2 ഹെക്ടറിലധികം സ്ഥലത്തായിരുന്നു സ്കൂളിൻ്റെ നിർമ്മാണം. കരിങ്കല്ല് കൊണ്ട് നിർമ്മിച്ച വിദ്യാലയത്തോട് ചേർന്ന് ചെറിയ വീടിൻ്റെ മാതൃകയിൽ ചോളപ്പുരയും ഒരുക്കിയിരുന്നു. ആകെ 9 ഏക്കറിലധികം സ്ഥലത്താണ് സ്കൂളും ബംഗ്ലാവും പള്ളിയും സ്ഥിതി ചെയ്യുന്നത്. സ്കൂളിലെ അധ്യാപകർക്കും അനധ്യാപകർക്കും ബംഗ്ലാവിനോട് ചേർന്നുള്ള തോട്ടം നോക്കി നടത്താൻ നിയമിച്ചവർക്കും കുടുംബങ്ങൾക്കുമായി 5 കോട്ടേജുകളും ഇവിടെ നിർമ്മിച്ചിരുന്നു. ബംഗ്ലാംകുന്ന് സ്കൂളിന് പുറമെ കടയ്ക്കൽ പഞ്ചായത്തിലെ കാരക്കാട്, വെങ്കട്ടക്കുഴി എന്നിവിടങ്ങളിൽ LP സ്കൂളുകളും തിരുവനന്തപുരം, ആലപ്പുഴ ജില്ലകളിലായി 23 സ്കൂളുകളും ഫോറിൻ മിഷൻ അന്ന് സ്ഥാപിച്ചു. സ്വാതന്ത്ര്യാനന്തരം ലൂഥർ മിഷൻ ട്രസ്റ്റിന് കീഴിലാണ് ബംഗ്ലാവും സ്കൂളും. കാലപ്പഴക്കത്തിൻ്റെ അടയാളങ്ങൾ പേറുന്ന നിർമ്മിതിയിൽ ചുവരുകളും തറയോടുകളും മാത്രമാണ് ഓർമ്മകളായി ഇപ്പോൾ അവശേഷിക്കുന്നത്. ബംഗ്ലാവിൻ്റെ പ്രവേശന കവാടത്തിന് ഇടതുവശത്തായി പഴയകാലത്തെ അടുക്കളയുടെ ചില ഭാഗങ്ങൾ ഇന്നും കാണാം. ആശുപത്രികൾ അധികമില്ലാതിരുന്ന കാലത്ത് ബംഗ്ലാംകുന്നുകാർക്ക് ആശ്വാസമായിരുന്നത് ബംഗ്ലാവിൽ താമസിച്ചിരുന്നവരാണ്. പോൾ സാഹിബിൻ്റെ ഭാര്യ മിഡ്വൈഫ് ആയിരുന്നു. അതിനാൽ പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും ചികിത്സ ലഭിച്ചിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. ബംഗ്ലാവിൽ തോട്ടം നടത്തിപ്പുകാരനായിരുന്ന ജോർജിൻ്റെ ഭാര്യ നവോമിയുടെ 2ാമത്തെ പ്രസവം ഉൾപ്പെടെ ഗ്രാമത്തിലുള്ളവരുടെ പ്രസവാനന്തര ശുശ്രൂഷകൾക്ക് ഇവർ നേതൃത്വം നൽകി. ബംഗ്ലാവിൻ്റെ കാവൽക്കാരൻ എന്നവണ്ണം കുന്നിൻ്റെ തുടക്കത്തിൽ ഒരു കൂറ്റൻ മഹാഗണി നിൽപ്പുണ്ട്. ഇതുകൂടാതെ ഈട്ടി, മാവ്, കശുമാവ് തുടങ്ങി ഒട്ടേറെ മരങ്ങളും ഔഷധ സസ്യങ്ങളും നിറഞ്ഞതാണ് ഈ പരിസരം. സ്വാതന്ത്ര്യാനന്തരം ബ്രിട്ടീഷ് കുടുംബം മടങ്ങിയതിനു ശേഷം 7 വർഷക്കാലത്തോളം ഇവിടെ നഴ്സറി പ്രവർത്തിച്ചിരുന്നു. എങ്കിലും കാലക്രമേണ ബംഗ്ലാവ് അനാഥമായി. 100 വർഷത്തോളം പഴക്കമുള്ള പൊളിഞ്ഞു വീഴാറായ ബംഗ്ലാവ് നിലവിൽ പഴയകാല പ്രതാപത്തിൻ്റെ അവശേഷിക്കുന്ന സൗന്ദര്യവും വിതറി സിനിമ സീരിയലുകളുടെ ഷൂട്ടിംഗ് ലൊക്കേഷനായി മാറിയിരിക്കുകയാണ്. ഈ സ്ഥലത്തെ സംബന്ധിച്ച് അനേകം പ്രേതകഥകളും പ്രചാരത്തിലുണ്ട്. മിഷൻ സ്കൂളിലെ പഴയകാല ജീവനക്കാരെ അടക്കം ചെയ്ത ബംഗ്ലാവിന് സമീപത്തുള്ള സെമിത്തേരി ഇത്തരം കഥകളുടെ ആക്കം കൂട്ടുന്നു. ലൂഥർ മിഷൻ മാനേജ്മെന്റിന് കീഴിലാണ് പ്രദേശമെങ്കിലും ഇവിടുത്തെ കോട്ടേജുകളിൽ താമസിക്കുന്ന ജീവനക്കാരുടെ കുടുംബങ്ങളെ ഒഴിപ്പിക്കുന്നത് സംബന്ധിച്ച കേസ് ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. കാലപ്പഴക്കത്തിൻ്റെ അടയാളങ്ങൾ പേറുന്ന നിർമ്മിതിയിൽ ചുവരുകളും തറയോടുകളും മാത്രമാണ് ഓർമ്മകളായി അവശേഷിക്കുന്നത്. ബംഗ്ലാവിൻ്റെ പ്രവേശന കവാടത്തിന് ഇടതുവശത്തായി പഴയകാലത്തെ അടുക്കളയുടെ ഭാഗങ്ങൾ ഇന്നുമുണ്ട്. ഒപ്പം കല്ലിൽ തീർത്ത പുരാതനമായ ഒരു ജലസംഭരണിയുമുണ്ട്. കെട്ടിടത്തിൻ്റെ ഭിത്തികളിലൂടെ ആഴത്തിൽ പടർന്നിറങ്ങിയ മരത്തിൻ്റെ വേരുകൾ കാണാം. തകർച്ചയുടെ വക്കിലായ ചുവരുകൾക്ക് പുതുജീവൻ നൽകാനെന്നോണം നാട്ടിലെ ചില കലാകാരന്മാർ തീർത്ത ചിത്രങ്ങൾ ബംഗ്ലാവിനുള്ളിൽ കലയുടെ വർണ്ണക്കാഴ്ചയൊരുക്കുന്നു. മുൻപുണ്ടായിരുന്ന ബോർഡിംഗ് സ്കൂൾ കെട്ടിടവും ചോളപ്പുരയും തകർന്നു വീണ നിലയിലാണ് ഇപ്പോൾ. ബ്രിട്ടീഷുകാർ നിർമ്മിച്ച കിണറിനുള്ളിലും ബംഗ്ലാവിൻ്റെ പരിസരത്ത് മാലിന്യം നിറഞ്ഞിട്ടുണ്ട്. നിലമേൽ പഞ്ചായത്തിലെ കുടുംബാരോഗ്യ കേന്ദ്രം, വില്ലേജ് ഓഫീസ്, മൃഗാശുപത്രി, മാറ്റാപ്പള്ളി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ, കൃഷി ഓഫീസ് എന്നിവ പ്രവർത്തിക്കുന്നതും ഇവിടെയാണ്.
കൊല്ലം പാരിപ്പള്ളി നിലമേൽ റൂട്ടിൽ യാത്ര ചെയ്താൽ പ്രകൃതി ഭംഗി തുളുമ്പുന്ന ബംഗ്ലാംകുന്നിലെത്താം. കൊല്ലം, തിരുവനന്തപുരം ജില്ലകളുടെ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന നിലമേലിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ മാത്രം ദൂരത്തുള്ള ഈ പ്രദേശം തണൽ മരങ്ങളാൽ അതിമനോഹരമാണ്. കടയ്ക്കൽ, ചടയമംഗലം എന്നീ സ്ഥലങ്ങളിൽ നിന്ന് വളരെ വേഗത്തിൽ എത്തിച്ചേരാനാകും. തിരക്കുകളിൽ നിന്നൊഴിഞ്ഞ് ശാന്തമായൊരിടം തേടുന്നവർക്കും കുടുംബത്തോടൊപ്പം പ്രകൃതിയോട് ചേർന്ന് സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും വളരെ അനുയോജ്യമായ ഒരിടമാണ് ഇത്. സന്ദർശകർക്കായി വശ്യമായൊരു സായാഹ്ന വിരുന്ന് ഒരുക്കുന്നുണ്ട് ഈ പ്രദേശത്തെ കാഴ്ചകൾ. പ്രഭാത സവാരിക്കും സായാഹ്ന വിശ്രമത്തിനുമായി ഇവിടെ എത്തുന്നവർക്ക് കുളിർക്കാറ്റും ശാന്തതയും സമ്മാനിക്കുന്ന ബംഗ്ലാംകുന്ന് കൊല്ലത്തിന്റെ ടൂറിസം ഭൂപടത്തിലെ മനോഹരമായൊരു ഇടത്താവളം കൂടിയാണ്. കൂടുതൽ ചരിത്രകഥകളുമായി വീണ്ടും വരാം. ചരിത്രഭൂമിക സബ്സ്ക്രൈബ് ചെയ്യൂ.